നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാംവിലാസ് പാസ്വാന്റെ സഹോദരനായ പശുപതി പാരസ് തൻ്റെ പാർട്ടിയെ RJDയിൽ ലയിപ്പിക്കാൻ പോവുകയാണ്. നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണിത്. RJD കൂടുതൽ ശക്തമാകും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നഷ്ടമായിരിക്കും, തിരിച്ചടിയായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാന് കാര്യമായ നഷ്ടമൊന്നും തൻ്റെ ഇളയച്ചനെ കൊണ്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇത് വലിയ തിരിച്ചടിയാകും എന്ന് ചിരാഗ് പാസ്വാന് നന്നായി അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ ജയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഐക്യ ജനതാദളിന് വലിയ കണ്ണുകടി ഉണ്ടാക്കിയ സംഭവമായിരുന്നു ചിരാഗിനെ കേന്ദ്രമന്ത്രിയാക്കിയ സാഹചര്യം. ഒരു കാരണവശാലും ചിരാഗിനെ അംഗീകരിക്കാൻ നിതീഷ് കുമാർ തയ്യാറല്ല. നിതീഷിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി ദ്രോഹം ചെയ്ത വ്യക്തികളിൽ ഒന്ന് ചിരാഗ് തന്നെയാണ്. ചിരാഗ് JDUവിൻ്റെ സർവനാശം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്ന് നിതീഷിന് വ്യക്തമായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദൾ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വലിയ പ്രചരണം അഴിച്ചുവിട്ടത് തന്നെയാണ്. വാസ്തവത്തിൽ BJPക്ക് വേണ്ടിയായിരുന്നു ചിരാഗ് പണിയെടുത്തതെന്ന് BJP നേതാക്കൾ തുറന്നു പറയുകയാണ്. കാരണം BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി NDAയിൽ അധികാരം പിടിക്കാനായിരുന്നു ചിരാഗിൻ്റെ നീക്കം. ഇത്തവണയും ചിരാഗിൻ്റെ ലക്ഷ്യം എന്നത് വ്യത്യസ്തമൊന്നുമല്ല. BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടി ഐക്യ ജനതാദളിനെ പത്തിമടക്കി ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാനാണ് BJPയുടെ പ്ലാൻ. അത് പക്ഷേ നടക്കില്ല. മുങ്ങുന്നെങ്കിൽ ഒരുമിച്ച് എന്നതാണ് നിതീഷിൻ്റെ ഐഡിയ. ഐക്യ ജനതാദൾ അധികാരത്തിൽ വന്നില്ലെങ്കിലും വേണ്ടില്ല, BJPയെ സീറ്റുകൾ ജയിക്കുന്നതിൽ നിന്നും തടയാൻ എന്താണ് വഴി എന്നുള്ളതാണ് ആലോചിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് മഹാഗഠബന്ധന് അനുഗ്രഹമാകുന്നത്. മഹാഗഠബന്ധനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമല്ല. 2015-ലും 2020-ലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞത് RJDയാണ്. എന്നാൽ അധികാരത്തിൽ എത്താനും കഴിഞ്ഞില്ല. ചിരാഗ് പാസ്വാന്റെ ഇളയച്ചൻ പശുപതി പാരസ് കൂടി RJDയുടെ ഭാഗമാകുന്നതോടുകൂടി ശക്തി ഇരട്ടിയാകും എന്ന് നിതീഷ് കുമാർ മനസ്സിലാക്കുകയാണ്. നിതീഷിൻ്റെ ശത്രുവായി ലാലു നിൽക്കുമ്പോഴും ലാലു സ്വന്തം മകനെ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കിയ നടപടിയെക്കുറിച്ച് BJP പറയുന്നത് ഇതൊക്കെ വെറും കൺകെട്ട് വിദ്യയാണ്, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ലാലു ചില കാര്യങ്ങളിൽ കർശന നിലപാടുള്ള വ്യക്തിയാണ്. കോൺഗ്രസുമായുള്ള സാഹചര്യത്തെ പറ്റി പോലും ലാലു കൃത്യമായി പറയുന്നത് അവർക്ക് അർഹതപ്പെട്ട സീറ്റേ നൽകാവൂ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വിജയസാധ്യത കുറവുള്ള സീറ്റുകൾ കൂടി ചോദിച്ചു മേടിച്ചിരുന്നു. ഒരുപക്ഷെ RJD നിന്നിരുന്നെങ്കിൽ ജയിക്കാമായിരുന്ന സീറ്റുകളായിരുന്നു അവ എന്നാണ് കരുതപ്പെടുന്നത്. 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19 സീറ്റ് മാത്രമേ ജയിച്ചുള്ളൂ. അതേസമയം 2015-ൽ 41 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 27-ലും വിജയിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് കോൺഗ്രസിന് സീറ്റുകൾ നൽകുമ്പോൾ വിന്നബിലിറ്റി ക്രൈറ്റീരിയ കൂടി നോക്കണം എന്ന് ലാലു പറയുന്നത്.